പുസ്തകമേളയോടൊപ്പം ഇന്ന് സമൂഹത്തിലെ വലിയൊരു വിഭാഗമായ ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി പ്രയോജനമുണ്ടാകാനായിട്ടാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇപ്പോൾ വേദിയിലുള്ള സുഹൃത്തുക്കൾ എന്നോട് പരിഭവം പ്രകടിപ്പിക്കില്ല എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു, നമ്മുടെ കാലിക സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയ ഒരു വാണിജ്യ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതീ യുവാക്കളുടെ തൊഴിലില്ലായ്മ അത് എങ്ങനെ ചൂഷണം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൗജന്യമായി DC ബുക്സ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള 2 അതിഥികൾ ഇപ്പോൾ വേദിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി തന്നെ അവർ നിങ്ങളുമായി സംവദിക്കും. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് മത്സര പരീക്ഷകളും അതിനായി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ മിനിമം ഒരു 20 വയസ്സ് പ്രായം പൂർത്തീകരിച്ചവരായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ സുദീർഘമായ 1.5 പതിറ്റാണ്ട് കാലം നിരവധി പരീക്ഷകൾ എഴുതി അതിൽ 3rd ക്ലാസ് മുതൽ 1ാം റാങ്ക് വരെ നേടിയിട്ടുള്ള വലിയൊരു കൂട്ടം നിങ്ങളോട് ഇനി പരീക്ഷയെക്കുറിച്ച് പറയുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എവിടെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലെ ഗൗരവം അഥവാ ജാഗ്രത ഒളിഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ LKG മുതൽ, അങ്ങനെയാണെങ്കിൽ വീണ്ടും വർഷങ്ങളുടെ എണ്ണം കൂടും. എഴുതിയ പരീക്ഷകളുടെ എണ്ണം 1000-ൽ കവിഞ്ഞിട്ടുണ്ടാവും. 3rd ക്ലാസ്, 2nd ക്ലാസ്, 1st ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, റാങ്ക്, അങ്ങനെ പലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായൊരു ക്ലാസ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പരീക്ഷകളെ കുറിച്ചല്ല, മറിച്ച് മത്സര പരീക്ഷകളെ കുറിച്ചാണ്. സാധാരണ നിങ്ങൾ പിന്നിട്ട പരീക്ഷകൾ മൊത്തം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിനായി മാറ്റിവെച്ചിട്ടുള്ള മുഴുവൻ മാർക്കിൻ്റെ 60% മാർക്കിന് നിങ്ങൾ തെറ്റ് എഴുതിയാൽ പോലും നിങ്ങൾ വിജയിക്കുമായിരുന്നു. എങ്കിൽ മത്സര പരീക്ഷകൾക്ക്, വിവിധ ഏജൻസികൾ നടത്തുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ ചില സന്ദർഭങ്ങളിലെങ്കിലും മുഴുവൻ മാർക്കിന് ഉത്തരം എഴുതിയാൽ പോലും നിർഭാഗ്യവശാൽ നിങ്ങളെ ആ ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റാതെ പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം.